പശ്ചിമ ബംഗാളിൽ പലതും സംഭവിക്കുകയാണ്. നാട് വിട്ട് അന്യസംസ്ഥാന തൊഴിലാളികളെ ഇതുവരെ ജീവിച്ചവരൊക്കെ ഇതാ BJP സർക്കാരിൻ്റെ തണലിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ബംഗാളിൽ വ്യവസായങ്ങൾ വീണ്ടും പച്ചപിടിക്കുന്നു. പർഗാനസ് ജില്ലയിലടക്കം വൻ ക്രൂഡ് ഓയിൽ ശേഖരം കണ്ടെത്തിയത് കുഴിച്ചെടുക്കാൻ കേന്ദ്രവുമായി സുവേന്ദു അധികാരി സർക്കാർ കൈകോർത്തിരിക്കുന്നു. സംസ്ഥാനത്തെ സ്ത്രീകളും പെൺകുട്ടികളുമൊക്കെ രാത്രി സുരക്ഷിതരായി സ്വതന്ത്രരായി നിരത്തിലൂടെ ഇറങ്ങി നടക്കുന്നു. അക്രമങ്ങൾക്ക് പോലീസ് അറുതി വരുത്തി തൃണമൂൽ ഗുണ്ടകളെ ഒതുക്കിയിരിക്കുന്നു. ക്രമസമാധാന നില 15 വർഷത്തിന് ശേഷം വീണ്ടും സമാധാനത്തിലേക്ക് തിരികെ പോയിരിക്കുന്നു. പോലീസിനാകെ ആശ്വാസം നൽകുന്ന ഒരു പശ്ചിമ ബംഗാൾ അന്തരീക്ഷം. ബംഗാൾ ജനതയാകട്ടെ 1947 ശേഷം വീണ്ടും ഒരു സ്വതന്ത്ര ലബ്ധിയുടെ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് അഭിഷേക് ബാനർജി എന്ന മമതയുടെ അനന്തരവൻ വീണ്ടും തലപൊക്കുന്നത്. നിരത്തിൽ കയ്യിൽ കിട്ടിയതോടെ ജനം എടുത്തങ്ങ് പെരുമാറി. സംഭവം സൗത്ത് 24 പർഗാനസിലെ സോനാപൂരിൽ വച്ചായിരുന്നു. അഭിഷേക് ബാനർജിക്ക് നേരെ ഇത്രകാലം സഹികെട്ടിരുന്ന ജനം ചീമുട്ടയെറിഞ്ഞു, ഷർട്ട് വലിച്ചു കീറി. കൊല്ലപ്പെട്ട തൃണമൂൽ പ്രവർത്തകന്റെ വീട് സന്ദർശിക്കാൻ പോകുന്നു എന്ന പേരിൽ അവിടെ വന്ന് ഷോ കാണിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അഭിഷേകിന് നേരെ ആക്രമണമുണ്ടായത്. മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അനന്തരവൻ എന്ന ബഹുമതി കൊണ്ടു കിടക്കുന്ന അഭിഷേകിനെതിരെ തടിച്ചുകൂടി ജനക്കൂട്ടം ചോർ ചോർ കള്ളൻ കള്ളൻ എന്ന മുദ്രാവാക്യം വിളിച്ചു തന്നെയാണ് ആക്രമിച്ചത്.